സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെയോർത്തിടാം. പാപിയെ സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെയോർത്തിടാം. ഏകയാഗത്താൽ പൂർത്തി വരുത്തുവാൻ ജീവനെ നൽകിയ സ്നേഹരൂപാ, ജീവനെ നൽകിയ സ്നേഹരൂപാ. പാപിയെ സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെയോർത്തിടാം. എനിക്കായി നീ പീഡകളേറ്റു, എന്നെയും രക്ഷിച്ചിടുവാൻ. എനിക്കായി ചെഞ്ചോര ചൊരിഞ്ഞു, എന്നെയും വീണ്ടെടുക്കുവാൻ. ഗെത്സമനേ മുതൽ കാൽവരി മല വരെ കഷ്ടങ്ങളേറ്റ എൻ പൊന്നുനാഥനേ. ഗെത്സമനേ മുതൽ കാൽവരി മല വരെ കഷ്ടങ്ങളേറ്റ എൻ പൊന്നുനാഥനേ. ക്രൂര മനുഷ്യരാൽ കഷ്ടങ്ങളേറ്റു നീ സ്വന്ത ജീവൻ എനിക്കേകിയല്ലോ, സ്വന്ത ജീവൻ എനിക്കേകിയല്ലോ. എനിക്കായി നീ പീഡകളേറ്റു, എന്നെയും രക്ഷിച്ചിടുവാൻ. എനിക്കായി ചെഞ്ചോര ചൊരിഞ്ഞു, എന്നെയും വീണ്ടെടുക്കുവാൻ. സത്യസത്യമായ എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചോദ്യങ്ങളല്ല, വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ധനികനായ ഒരു യുവാവ് കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വരുന്നതും അദ്ദേഹവുമായി സംവദിക്കുന്നതുമായ ഒരു സന്ദർഭമാണ് ഇത്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ പ്രസ്താവനയെ തുടർന്നാണ് ഈ യുവാവ് യേശുവിനെ സമീപിക്കുന്നത്. അദ്ദേഹം ചില ചോദ്യങ്ങൾ യേശുവിനോട് ചോദിച്ചു. യേശു
അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകി. നമുക്ക് ആ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പോകാം. ഒരുത്തൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ഈ ഒരുത്തൻ ധനികനായ യുവാവാണ് എന്നുള്ളത് 22-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ധനികനായ യുവാവ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് ഇത്. നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്തു നന്മ ചെയ്യണം? എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ നിത്യജീവൻ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു തെറ്റായ ധാരണയാണ്. നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് എന്തു നന്മ ചെയ്താൽ മതിയാകും? ഇത് മണ്ടത്തരമാണ് എന്നുള്ളത് കർത്താവിൻ്റെ മറുപടിയിൽ നിന്നും തുടർന്നുള്ള ചോദ്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമാകും. ഈ ചോദ്യത്തിന് കർത്താവ് നൽകിയ മറുപടിക്ക് 2 ഭാഗങ്ങളുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. അതിൽ കൂടെ കർത്താവ് ഈ യുവാവിനോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, നല്ലവൻ ഒരാളെ ഉള്ളൂ. പരോക്ഷമായ ഒരു ആഹ്വാനമാണ്. നീ നന്മ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരാൾക്ക് നന്മ നാം ചെയ്യുമ്പോൾ അത് ഒരു പക്ഷേ മറ്റൊരാൾക്ക് തിന്മയായിട്ടാകാം മനസ്സിലാകുന്നത്. ചില ആളുകൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചില ആളുകൾക്ക് തെറ്റാണ്. അപ്പോൾ സാഹചര്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ നന്മകൾ പലപ്പോഴും സാഹചര്യങ്ങളെ ആശ്രയിച്ച് ഇരിക്കും എന്നതിന് സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നന്മ ആപേക്ഷികമാണ്. എന്നാൽ നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. അപ്പോൾ കർത്താവ് പരോക്ഷമായ ഒരു ആഹ്വാനം ഈ മനുഷ്യന് നൽകുകയാണ്. ആപേക്ഷികമായ നന്മയുടെ പുറകെ പോകാതെ നല്ലവനായ നന്മ ചെയ്യുന്നവനായ ഒരുവനേ ഉള്ളൂ, അവൻ്റെ അടുക്കലേക്ക് നീ വരിക. തുടർന്ന് കർത്താവ് അതിനോട് കൂട്ടിച്ചേർത്ത മറ്റൊരു പ്രസ്താവന, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്നാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരുപക്ഷെ കർത്താവ് അവിടെ പറയുന്നത്, അല്ലേ? എന്തു നന്മ ഞാൻ ചെയ്യണം എന്ന ചോദ്യത്തിന് നീ കൽപ്പനകളെ പ്രമാണിക്കുക, നിയമങ്ങൾ അനുസരിക്കുക, നിനക്കുള്ള നിർദ്ദേശങ്ങൾ നീ പാലിക്കുക. കൽപ്പനകൾ എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിലുടനീളം പറഞ്ഞിരിക്കുന്ന അനേക പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ അവകാശമാക്കാം എന്ന് കർത്താവ് പറയുന്നു. മറ്റൊരിടത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരു മനുഷ്യൻ്റെയും ഒരു പ്രവൃത്തികളും കാരണമല്ല. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ജീവനിൽ കടപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനൊരു മറുപടി പറഞ്ഞു? തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞത്? ഈ യുവാവിനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ മറുപടി പറഞ്ഞത് എന്നുള്ളത് സ്പഷ്ടമാകും മുമ്പോട്ട് നാം ചിന്തിക്കുമ്പോൾ. ഓക്കെ, കൽപ്പനകൾ പ്രമാണിക്കുക എന്ന് കേട്ടപ്പോൾ ഈ യുവാവ് ചോദിച്ചു, ഏതൊക്കെ കൽപ്പനകൾ? അവിടെ പറയുന്നത് ഏവ എന്ന് ചോദിച്ചു എന്നാണ്. ഏതൊക്കെ കൽപ്പനകൾ ഗുരു ഞാൻ അനുസരിക്കണം? ഈ ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം യഹൂദ ചരിത്രം അനുസരിച്ച് ഏതാണ്ട് 600ഓളം കൽപ്പനകൾ അവർക്ക് പ്രമാണിക്കുവാനായിട്ട് അന്നത്തെ ശാസ്ത്രിമാരും അന്നത്തെ പരീശന്മാരും ഒക്കെ ചേർത്ത് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഏതാണ്ട് പഴയ നിയമത്തിൽ ഈ 10 കൽപ്പനകളെ കൂടാതെ മറ്റു സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകളും പിന്നെ ഒരുപക്ഷെ കയ്യിൽ നിന്നിട്ടതായിട്ടുള്ള ചില നിയമങ്ങളും ഒക്കെ ചേർത്ത് ഏതാണ്ട് 600ഓളം കൽപ്പനകൾ യഹൂദന്മാർക്ക് അനുസരിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഈ യുവാവ് ചോദിച്ചതിൽ കാര്യമുണ്ട്, അല്ലേ? ഏതൊക്കെ കൽപ്പനകളാണ് ഞാൻ അനുസരിക്കേണ്ടത്? എന്താണ് കർത്താവ് അതിന് കൊടുത്തതായിട്ടുള്ള മറുപടി? കർത്താവ് പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇങ്ങനെ ചില കൽപ്പനകൾ കർത്താവ് ഈ യുവാവിനോട് പറയുകയാണ്. ഇതൊക്കെ നീ അനുസരിക്കണം. ഏതൊക്കെ കൽപ്പനകളാണ് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കർത്താവ് ഈ കൽപ്പനകളെക്കുറിച്ച് പറയുന്നത്. ഈ കൽപ്പനകളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇതെല്ലാം മനുഷ്യർ തമ്മിൽ അനുസരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില ക്രമീകരണങ്ങളാണ്. ഈ കൽപ്പനകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇത് അനുസരിക്കാൻ ഒരു പക്ഷേ എളുപ്പമായിട്ടുള്ള കൽപ്പനകളുമാണ് എന്നുള്ളതാണ്. കാരണം കൊല ചെയ്യരുത്
എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ കൊല ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആളുകളെ കൊല്ലുവാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. വ്യഭിചാരത്തിലേക്കും ഒരുപക്ഷെ പോകുന്ന ആളുകൾ ഒരു 100 പേരെ എടുത്താൽ അതിൽ വളരെ കുറച്ച് ശതമാനമേ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. കള്ളസാക്ഷ്യം പറയുവാനായിട്ട് നമ്മൾ നിയമപാലകരുടെ മുമ്പിലോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലോ ഒന്നും ഒരു പക്ഷേ പോയിട്ടുള്ള ആളുകളല്ല. ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ തന്നെയും അപ്പനെയും അമ്മയും ബഹുമാനിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ, മറ്റുള്ളവരെ സ്നേഹിക്കണം, കരുതണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പക്ഷേ താരതമ്യേന എളുപ്പമായിട്ടുള്ള കൽപ്പനകളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ യുവാവും അത് ശരിവെച്ച് കേട്ടോ. ഈ യുവാവ് കർത്താവിനോട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു. ഈ മനുഷ്യൻ്റെ മറുപടി അതായിരുന്നു, ഇതൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത്? എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് നന്മ ഞാൻ ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ചില മറുപടികളൊക്കെ അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എത്തിച്ചേർന്നതായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതൊക്കെ ഞാൻ പ്രമാണിക്കുന്നുണ്ട്, ഇനി കുറവുള്ളത് എന്ത്? ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിത്യജീവൻ അവകാശമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തും, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ള ഏതാണ്ട് എല്ലാ കൽപ്പനകളും എനിക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിളിൽ നിന്നും അല്ലാതെയും ഒക്കെ ലഭിച്ചിരിക്കുന്ന കൽപ്പനകൾ ഏതാണ്ട് പൂർണ്ണമായി ഞാൻ അനുസരിക്കുന്നുണ്ട്. ഇനി എന്താണ് എനിക്ക് അനുസരിക്കാനായിട്ട് ഉള്ളത്? ഇതിൻ്റെ ഒരു നിരർത്ഥകത നാം മനസ്സിലാക്കണം കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവൃത്തിയാൽ രക്ഷ നേടാം എന്നുള്ള ഒരു ചിന്താഗതി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികളാൽ നിത്യജീവൻ അവകാശമാക്കാം, നരകത്തിൽ നിന്ന് രക്ഷ നേടാം, സ്വർഗം അവകാശമാക്കാം, യേശുവിൻ്റെ മകനായി തീരാം എന്ന് എപ്പോഴും നമുക്ക് ചുറ്റും നിന്ന് നമ്മോട് ഉപദേശിക്കുന്ന അനേകം ആളുകളെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ മുമ്പിലേക്ക് ഈ യുവാവ് പറഞ്ഞതായിട്ടുള്ള ഈ പ്രസ്താവന, ഇനി കുറവുള്ളത് എന്ത്? ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. രക്ഷ നേടുവാനായിട്ട് ആവശ്യമായ എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്തോ എന്നൊരു അങ്കലാപ്പിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരും എന്നാണ് ഈ യുവാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എത്ര പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും? 100 മതിയാകുമോ? 1000, 10,000, 1,00,000 പോരെ? നമുക്കറിയില്ല എത്ര പ്രവൃത്തി ചെയ്താൽ എനിക്ക് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് കരുതുക. അവൻ ഏതാണ്ട് ഒരു 15-ാമത്തെയോ 16-ാമത്തെയോ വയസ്സിൽ അവൻ ഈ നിത്യജീവനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുനിഞ്ഞു. എന്നാൽ അതിനുശേഷം അദ്ദേഹം പ്രവൃത്തികളൊക്കെ ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണ്. കാരണം പ്രവൃത്തിയാലാണ് രക്ഷ എന്ന് ആ മനുഷ്യൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് അവൻ പ്രവർത്തിച്ച് രക്ഷ നേടുവാനായിട്ടുള്ള കൽപ്പനകളൊക്കെ അനുസരിച്ച് അവൻ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഏതാണ്ട് 70-ാമത്തെ വയസ്സിൽ അവൻ രോഗാതുരനായി അങ്ങനെ മരണാസന്നനായി കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ അങ്കുരിക്കുന്ന ഒരു ചിന്തയുണ്ട്, എനിക്ക് കുറവുള്ള കൽപ്പന ഇനി ഏതാണ്? ഞാൻ അനുസരിക്കാനായിട്ട് വിട്ടുപോയത് എന്താണ്? ഒരു വലിയ അങ്കലാപ്പിലേക്ക് ആ മനുഷ്യൻ പോവുകയാണ്. അതിൽ നിന്ന് അവനെ തടുക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല എൻ്റെ പ്രിയ പ്രേക്ഷകരെ. കാരണം അങ്ങനെ ഒരു ചോദ്യം പ്രവൃത്തിയിൽ കൂടെ രക്ഷ നേടാം എന്ന് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനുമുണ്ട്. ഞാൻ രക്ഷപ്പെടുവാനായിട്ടുള്ള പ്രവൃത്തികൾ തികച്ചോ? അത് അവൻ്റെ മുമ്പിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. ഒരങ്കലാപ്പ് അവനെ ബാധിക്കുകയാണ്. മരണത്തിലേക്ക് പോകുമ്പോഴും വളരെ സംശയത്തോടു കൂടെയാണ് അവൻ കണ്ണുകൾ അടയ്ക്കുവാനായിട്ട് പോകുന്നത്. കാരണം നിത്യജീവൻ അവകാശമാക്കുവാനായിട്ടുള്ള എല്ലാ കൽപ്പനകളും എല്ലാ പ്രമാണങ്ങളും ഞാൻ പാലിച്ചോ? അയ്യോ, എനിക്കതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ലല്ലോ എന്നുള്ള അങ്കലാപ്പോടുകൂടെ അവനിവിടെ കണ്ണടയ്ക്കുവാനായിട്ട് പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇനി കുറവുള്ളത് എന്താണ്? ആ ചോദ്യത്തിൽ കൂടെ വ്യക്തമാകുന്നത് അതാണ്. എന്താണ് കർത്താവ് അതിന് കൊടുത്ത മറുപടി എന്ന് നമുക്ക് ഒന്ന് നോക്കാം. കർത്താവ് പറഞ്ഞു, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിനക്കുള്ളത് വിറ്റ് നീ അതെല്ലാം ദരിദ്രരായ മനുഷ്യർക്ക് കൊടുക്കുക. കർത്താവെ, ഈ കൽപ്പനകളെല്ലാം ഞാൻ പ്രമാണിക്കുന്നു. എൻ്റെ ചെറുപ്പം മുതൽ ഇതൊക്കെ കേട്ട് ഞാൻ അങ്ങനെ അനുസരിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഈ ചെറുപ്പക്കാരൻ ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞത്. അവൻ്റെ ആ കള്ളത്തരത്തെ കർത്താവ് പൊളിച്ചടുക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഈ പ്രസ്താവന കേട്ടിട്ട് ഈ ചെറുപ്പക്കാരന് സംഭവിച്ചത് എന്താണ് എന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്?
ഈ യുവാവ് സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ച് പോയിക്കളഞ്ഞു എന്നാണ്. കർത്താവ് കൽപ്പനകളെ ഞാൻ പൂർണ്ണമായി അനുസരിക്കുന്നുണ്ട് എന്നുള്ള അവൻ്റെ പ്രസ്താവനയെ നിർദാക്ഷിണ്യം വലിച്ചു കീറുകയാണ്. കർത്താവിനോട് പറഞ്ഞു, നീ പറഞ്ഞതൊന്നും നീ അനുസരിക്കുന്നില്ല എൻ്റെ പ്രിയ കുഞ്ഞെ. നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊണ്ടുപോയി കൊടുക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള രാജകീയ ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ നീ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാണ് കർത്താവ് ഇവനോട് പറയുന്നത്. നിന്റെ അയൽവാസിയെ നിന്നെ പോലെ സ്നേഹിക്കുവാനായിട്ട് നിനക്ക് കഴിയുന്നില്ല. നിന്റെ സമൂഹത്തിലുള്ള മറ്റു മനുഷ്യരെ, ദരിദ്രരായവരെ, അഗതികളായവരെ, വിധവമാരായവരെ, പാണ്ഡിത്യമില്ലാത്തവരെ, അങ്ങനെയുള്ള ആളുകളെ ഒന്നും നിന്നെ പോലെ കരുതി സ്നേഹിക്കുവാനായിട്ട് നിനക്ക് കഴിഞ്ഞിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യാൻ, നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. നിനക്ക് സമ്പത്തുണ്ടല്ലോ, നീ അതൊക്കെ ഒന്ന് വിറ്റ് ആ പണം നീ ഇങ്ങനെ ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കുക. ഈ യുവാവ് വളരെ സമ്പത്തുള്ളവനാണ്. അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. കൂട്ടുകാരനെ അവനെ പോലെ സ്നേഹിക്കുവാനായിട്ട് അവന് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, പഴയ നിയമ പ്രമാണങ്ങളെല്ലാം കർത്താവ് ക്രോഡീകരിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 കൽപ്പനകളായി അത് സംഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുക. 2, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇത് അനുസരിക്കുവാൻ ഈ യുവാവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രവർത്തികളാൽ രക്ഷ നേടാം എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, പ്രവർത്തികളാൽ രക്ഷപ്പെടാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. ജീവനിൽ കടപ്പാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് കർത്താവ് ഈ യുവാവിനോട് പറഞ്ഞതിൻ്റെ സാങ്കത്യം നിങ്ങൾക്ക് പിടികിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തു നന്മ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വെമ്പി നിൽക്കുന്ന എല്ലാ മനുഷ്യരോടുമുള്ള കുറിക്കുകൊള്ളുന്ന കർത്താവിൻ്റെ മറുപടിയാണ് ഇത്. നോക്കുക, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. കർത്താവിൻ്റെ അടുക്കലേക്ക് എത്രയോ ധനികരായ ആളുകൾ വന്നിട്ടുണ്ടെന്നറിയാമോ? പള്ളി പ്രമാണിയായിരിക്കുന്ന നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഇതേ ചോദ്യം തന്നെ കർത്താവിനോട് ആവർത്തിച്ചു. പക്ഷെ കർത്താവ് അവരോടൊന്നും പറഞ്ഞില്ല, നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം എന്നുള്ളത്. കാരണം കർത്താവ് ഈ ചോദ്യം ചോദിച്ച ഈ യുവാവിൻ്റെ പൊള്ളത്തരത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ് എൻ്റെ പ്രിയ സ്നേഹിതരെ. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തികൾ മതിയായതല്ല. വിശുദ്ധ ബൈബിൾ പൂർണ്ണമായി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഏതു വാക്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു കാര്യം കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് നമ്മുടെ മതനേതാക്കന്മാരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്നറിയാമോ? നീ ചില കാര്യങ്ങൾ ചെയ്താൽ, നീ പ്രവർത്തിച്ചാൽ, നീ അവിടെ പോയാൽ, നീ അവിടെ ചെയ്താൽ, നീ അത് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. വളരെ ലളിതമായി ആളുകൾ ഈ കാര്യം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. പറയുന്നത് ലളിതമാണ് എങ്കിലും അത് പ്രവർത്തിച്ച് നേടുവാനായിട്ട് കഴിയുന്നതല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് രക്ഷ നേടുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് നാം പരിശോധിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം. കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം അംഗീകരിക്കണം. എന്താണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? എൻ്റെ പ്രിയമുള്ളവരെ, നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഒരു പ്രവൃത്തി ആവശ്യമാണ്. അത് നമ്മുടേതല്ല, പിന്നെയോ ഈ ലോകത്തിലേക്ക് നമ്മെ സ്നേഹിക്കുവാനായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തി മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്? എൻ്റെ പ്രിയമുള്ളവരെ, അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായി ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. നിസ്സാരനായ, നിസ്സഹായനായ ഒരു മനുഷ്യനായി അവൻ തീർന്നു. ജഡം ധരിച്ച് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്ക് വേണ്ടി അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായി അവൻ ഈ ലോകത്തിൽ ജീവിച്ചു എന്ന ബൈബിളിൻ്റെ താളുകളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തു അതെ ഗൊൽഗോഥ മലമുകളിൽ നമുക്ക് വേണ്ടി യാഗമായി
എൻ്റെ പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ശിക്ഷ മരണം. ആ മരണം കർത്താവായ യേശു ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യന് വേണ്ടി അവൻ പാപമാക്കപ്പെടുന്ന കാഴ്ച നമുക്ക് കാൽവരി ക്രൂശിൽ കാണുവാനായിട്ട് കഴിയും. എത്രയോ വേദനകൾ കർത്താവ് സ്വശരീരത്തിൽ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജീവരക്തം നമുക്ക് വേണ്ടി ചൊരിയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നാം മടങ്ങി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് പ്രവർത്തികളിലല്ല എൻ്റെ പ്രിയമുള്ളവരെ നാം ആശ്രയിക്കേണ്ടത്. പിന്നെയോ പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി രക്ഷാകരമായ ഏറ്റവും വലിയ പ്രവൃത്തി സാധ്യമാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണമായ വിശ്വാസം, അവനോടുള്ള അംഗീകരണം, അവനിലുള്ള ആശ്രയം. കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായി നീ ഈ ലോകത്തിലേക്ക് വന്ന് എന്നെ രക്ഷിക്കുവാനായി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുമ്പോഴാണ് ഇന്ന് നിത്യജീവൻ നമുക്ക് അവകാശമാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരിൽ ആരെങ്കിലും ഇന്നും പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ ബൈബിളിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരണം. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരണം. യേശു ക്രിസ്തു ചെയ്ത ആ രക്ഷാകരമായ പ്രവൃത്തിയെ നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണം, അതിൽ ആശ്രയിക്കണം. അങ്ങനെ കർത്താവായ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിച്ച് നിത്യജീവൻ അവകാശമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗമഹിമകൾ പിടിച്ചു കൊള്ളാതെ നീ താണു നരനായി ഭൂവിൽ വന്നു. സ്വർഗമഹിമകൾ പിടിച്ചു കൊള്ളാതെ നീ താണു നരനായി ഭൂവിൽ വന്നു. എന്നെ വിടുവിപ്പാൻ മോചനം നൽകുവാൻ സ്വന്ത ജീവൻ തന്ന സ്നേഹനാഥ, സ്വന്ത ജീവൻ തന്ന സ്നേഹനാഥ, എനിക്കായി നീ പീഡകളേറ്റു എന്നെയും രക്ഷിച്ചിടുവാൻ. എനിക്കായി ചെഞ്ചോര ചൊരിഞ്ഞു എന്നെയും വീണ്ടെടുക്കുവാൻ. എനിക്കായി നീ പീഡകളേറ്റു എന്നെയും. നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതാണോ എന്ന് നാം പരിശോധിച്ചിട്ടുണ്ടോ? നാം ഈ ലോകത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നിത്യതയിൽ എത്തുവാൻ, സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് പല കർമ്മങ്ങൾ ചെയ്യുന്നു, സൽപ്രവൃത്തികൾ ചെയ്യുന്നു, ബലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല, ആവോളം നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നാം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതാണോ എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങൾ പറയട്ടെ, നാം ദൈവവചന സന്ദേശത്തിലൂടെ കേട്ടതുപോലെ നമ്മുടെ പ്രവൃത്തികളൊന്നും തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതല്ല. കാരണം നാം പാപിയായിരിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ഹൃദയം പാപത്താൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ള പ്രവൃത്തികളല്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധി പൂർണ്ണതയുള്ള പ്രവൃത്തിയായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കണ്ടെത്തിയ മാർഗങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനായി തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ ബലിയായി തീർന്നു എന്നുള്ളതാണ്. ആ ബലിയാഗത്തിൽ വിശ്വസിക്കുന്നവന് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രവൃത്തി അത് പൂർണ്ണത
പൂർണ്ണതയുള്ളതായി തീരണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായി ജനിച്ചതിന് ശേഷം നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമാകും. ആ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാനായിട്ട് മനസ്സുണ്ട് എങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും ആ കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമോ? നമ്മോട് തന്നെ പറയുക, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന പാപക്കറകളും അവിടുന്ന് കാൽവരി ബലിയാൽ കഴുകിക്കളഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയുന്നവന് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ധാരാളം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുകയും പുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ളതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പാപക്കറകളെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ച് നൽകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെയും ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ടാണ്. ആ പരിഹാര ബലിയിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മകനായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.